പത്മനാഭൻ കൊലക്കേസിലെ പ്രതിയായിട്ടുള്ള സീരിയൽ കില്ലർ സെബാസ്റ്റ്യന്റെ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. ഐഷ തിരോധാന കേസിലും സെബാസ്റ്റ്യനിൽ നിന്ന് വിവരങ്ങൾ ലഭ്യമായതായാണ് സൂചന. ഐഷ കേസിലും സെബാസ്റ്റ്യനെ പ്രതി ചേർക്കും. കാണാതായ ദിവസം ഐഷ പോയത് സെബാസ്റ്റ്യന്റെ പള്ളിപ്പുറത്ത് വീട്ടിലേക്ക് എന്നാണ് ചേർത്തല പോലീസ് പറയുന്നത്. ശരണ്യയുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. ശരണ്യ, നിരവധിയായ മിസ്സിംഗ് കേസുകൾ, അതിൽ തന്നെ മരണപ്പെട്ടു എന്ന് ഉറപ്പിക്കുന്നവർ, കൂടുതൽ കുറ്റകൃത്യങ്ങൾ സെബാസ്റ്റ്യൻ സ്ഥിരീകരിച്ചിട്ടുണ്ടോ? അത്തരത്തിൽ പോലീസിന് മൊഴി നൽകിയതായി വിവരമുണ്ടോ? ഒപ്പം ഈ ആക്ഷൻ കൗൺസിലിന്റെ ആക്ഷേപം ഇതൊറ്റയ്ക്കല്ല സെബാസ്റ്റ്യൻ പലതും നിർവഹിച്ചത് എന്നുള്ളതാണല്ലോ. അത്തരം എന്തെങ്കിലും സൂചനകൾ പോലീസിന് കൂടുതലായി ലഭിക്കുന്നുണ്ടോ? അഭിലാഷ്, ഐഷ തിരോധാനവുമായി ബന്ധപ്പെട്ട നിർണായകമായ വിവരങ്ങൾ പോലീസിന് ലഭ്യമാകുന്നുണ്ട് എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഐഷയെ കൊലപ്പെടുത്തുന്നതിന് പിന്നിൽ സെബാസ്റ്റ്യൻ ഉണ്ട് എന്നുള്ളൊരു കൃത്യമായ നിഗമനത്തിലേക്ക് അന്വേഷണ സംഘം എത്തിയിട്ടുണ്ട്. അത് മാത്രമല്ല, ഐഷ കേസിൽ അടുത്ത ദിവസങ്ങൾ, അതായത് ഇപ്പോൾ നിലവിലൊരു മിസ്സിംഗ് കേസായാണ് ഐഷ കേസ് ചേർത്തല പോലീസ് സ്റ്റേഷനിൽ ഉള്ളത്. എന്നാൽ അതിൽ നിന്ന് മാറ്റി 302 അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് കൊലപാതക കുറ്റമായി, പഴയ കേസാണ്, അതുകൊണ്ട് തന്നെ 302 അടക്കമുള്ള വകുപ്പുകളാണ് ചുമത്തുക. കൊലപാതക കുറ്റമായി കേസായി അത് അപ്ഗ്രേഡ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ ഉടൻ ഉണ്ടാകും എന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് റോസമ്മയെ വീണ്ടും ചോദ്യം ചെയ്യും. ഈ ഐഷയ്ക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത് കൃത്യമായി റോസമ്മയ്ക്ക് അറിയാം എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. അവരിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന സൂചനയും അത് തന്നെയാണ്. കാണാതായ ദിവസം റോസമ്മ കൂടി അറിഞ്ഞുകൊണ്ടാണ് ഐഷ പള്ളിപ്പുറത്ത് സെബാസ്റ്റ്യന്റെ വീട്ടിലേക്ക് പോയത്. അതായത് കാണാതായ ദിവസം പള്ളിപ്പുറത്ത് സെബാസ്റ്റ്യന്റെ വീട്ടിൽ ഐഷ പോയിരുന്നു എന്നുള്ള ഒരു കൺക്ലൂഷനിലേക്ക് പോലീസ് എത്തുന്നുണ്ട്. അതിൽ തന്നെ ഐഷ അവിടെ പോയ, അതായത് നമുക്കറിയാം, നമ്മൾ നേരത്തെ റോസമ്മയുടെ വിവരങ്ങൾ നമ്മൾ പുറത്തുവിട്ടിരുന്നു. റോസമ്മയെ നമ്മളോട് നടത്തിയ പ്രതികരണമാണ് ഈ ഒരു അന്വേഷണത്തിലേക്ക് പോലും വഴിവെച്ചതും. ഒപ്പം തന്നെ ഇത്തരത്തിൽ ഒരു ന്യൂസ് 18-ലൂടെ റോസമ്മ പറഞ്ഞ കാര്യങ്ങളാണ് ഐഷയെ കൊലപ്പെടുത്തിയതിന് പിന്നിൽ സെബാസ്റ്റ്യൻ ഉണ്ടെന്നൊരു നിഗമനത്തിലേക്ക് വന്നതും ആ കേസ് തന്നെ റീഓപ്പൺ ചെയ്യുന്നതും അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ റോസമ്മയ്ക്ക് വളരെ കൃത്യമായി, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ റോസമ്മ പറയുന്ന കാര്യങ്ങളിൽ വൈരുദ്ധ്യമുണ്ടെന്ന് നമ്മൾ നേരത്തെ ചൂണ്ടിക്കാട്ടിയിരുന്നു. അതേ ചിന്താഗതിയിൽ തന്നെയാണ് പോലീസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. റോസമ്മ ഇപ്പോഴും പറയാനുള്ള കാര്യങ്ങൾ പൂർണ്ണമായി പറഞ്ഞിട്ടില്ല എന്നുള്ള നിഗമനത്തിലാണ് അന്വേഷണ സംഘം ഉള്ളത്. അവരെ കൃത്യമായി ഇനിയും അവരിൽ നിന്ന് വിവരങ്ങൾ തേടേണ്ടതുണ്ട്. അത്തരം ചോദ്യം ചെയ്യലുകൾ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് അന്വേഷണ സംഘം കടക്കും. മാത്രമല്ല, റോസമ്മയുടെ വീട്ടിൽ ഈ കാലയളവിൽ ഉണ്ടായിരുന്ന ജൂലി എന്നൊരു സ്ത്രീ കൂടി ഈ കാലയളവിൽ റോസമ്മയുടെ വീട്ടിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് നൌഷാദ് നമ്മളോട് വ്യക്തമാക്കിയിരുന്നു. ഈ ജൂലി എവിടെ എന്നുള്ള അന്വേഷണം കൂടി പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ജൂലി അവിടെ നിന്ന് മാറ്റിയതിന് പിന്നിൽ ഈ രഹസ്യങ്ങൾ സൂക്ഷിക്കുന്നതിന് വേണ്ടിയാണോ, അതോ ജൂലി അപായപ്പെടുത്തിയിട്ടുണ്ടോ എന്നടക്കമുള്ള സംശയങ്ങൾ നിലനിൽക്കുന്നു. എന്തായാലും ഈ കാലയളവിൽ എന്താണ് ഇവിടെ നടന്നതെന്ന് അറിയുന്നതിന് വേണ്ടി ജൂലി അടക്കം അന്വേഷണ സംഘം തിരഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ചേർത്തല CA കേന്ദ്രീകരിച്ചുള്ള 9 അംഗ സംഘമാണ്, സ്പെഷ്യൽ ടീമാണ് ഇപ്പോൾ ഈ കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. റോസമ്മ ഈ ഐഷ തിരോധാന കേസിലും നിർണായകമായ ചുവടുവെപ്പിലേക്ക് അന്വേഷണ സംഘം പോകും. എന്തായാലും ഒരു കാര്യത്തിൽ സംശയമില്ല, ഈ വകുപ്പുകൾ ചുമത്തിയിട്ടില്ലെങ്കിൽ പോലും സെബാസ്റ്റ്യനാണ് ഐഷ തിരോധാനത്തിന് പിന്നിൽ എന്നുള്ള കൃത്യമായ ഒരു കൺക്ലൂഷനിലേക്ക് പോലീസ് എത്തുന്നുണ്ട്. അതിനുവേണ്ടിയുള്ള തെളിവുകൾ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ഇടപെടലുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അഭിലാഷ്, വാർത്തയുടെ വിശദാംശങ്ങളാണ് ശരണ്യ സ്നേഹജൻ നൽകിയത്.